വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഡ്രീം വോക്കർ. അപ്പോൾ ഡ്രീം വോക്കറിന്റെ ഇന്നത്തെ നമ്മുടെ യാത്ര ചെന്നെത്താൻ പോകുന്നത് കൊളുക്കുമലയിലേക്കാണ്. അവിടെ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും സൺസെറ്റും ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. നേര്യമംഗലം പാലത്തിലാണ്. ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കം എന്തായാലും ഈ പാലത്തിനുണ്ടാവും. പിന്നെ ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ആൻഡ് ഇവിടെ വന്നാൽ കിട്ടുന്ന കാഴ്ചയും അനുഭൂതിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയേക്കാണ്. നമുക്കിനി നമ്മുടെ ക്യാമ്പിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഇതിന്റെ വ്യൂവിനെ പറ്റി ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ശരിക്കും ഇവിടുത്തെ വ്യൂ ആനിറങ്ങൽ ഡാമിലേക്കാണ്. ആനിറങ്ങൽ ഡാമിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുക. പിന്നെ നമുക്കിപ്പോൾ ട്രക്കിങ്ങിന് വേണ്ട സമയമായിട്ടുണ്ട്. സോ നമുക്ക് അതിൽ പോവാം. നമ്മുടെ സൺസെറ്റ് ട്രക്കിംഗ് എത്തി നിൽക്കുന്നത് മിർച്ചി വാട്ടർഫോൾസിലാണ്. സൂര്യനെല്ലിക്ക് അടുത്തായിട്ടാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. ഇത് ശരിക്കും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കുഞ്ഞു വാട്ടർഫോൾസ് ആണ് കേട്ടോ. സംഭവം കുഞ്ഞാണെന്നും ഹിഡനാണെന്നും പറയുമ്പോഴത്തേനും നമ്മൾ ഓർക്കും അത്രയും ബ്യൂട്ടിഫുൾ അല്ല. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇവിടുത്തെ വ്യൂസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, പ്രത്യേകിച്ചും റെയിനി സീസണിൽ. പിന്നെ ഇപ്പൊ ഈ ക്ലൈമറ്റിന്റെ ചേഞ്ച് ഒക്കെ കൊണ്ട് കുറച്ച് വെള്ളത്തിനൊക്കെ കുറവുണ്ട്, ബട്ട് സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ സൺസെറ്റും ട്രക്കിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അത് നമ്മൾ ക്യാമ്പിലെത്തി. സോ ഇനിയിപ്പോൾ ഇവിടെ നമുക്കുള്ളത് ക്യാമ്പ് ഫയർ ആണ്. ആൻഡ് രാവിലത്തെ പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നാളെയാണ് നമ്മുടെ കൊളുക്കുമല ട്രക്കിംഗ് ഒക്കെ ഉള്ളത്. സോ ഇന്നിനിയിപ്പോൾ എനിക്കിനി കുറച്ച് റെസ്റ്റാണ് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. സോ ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ കൊളുക്കുമല ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3-3:30 കഴിഞ്ഞ് കാണും. സോ നമ്മൾ ഇങ്ങോട്ട് വന്നേ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൊളുക്കുമലയ്ക്ക് ചെല്ലുക, സൺറൈസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ
അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ട്രക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. നമ്മളപ്പോൾ ഒരു അതിഭീകരവും സാഹസികമായ ഒരു ജീപ്പ് സഫാരിക്ക് ശേഷം നമ്മൾ നമ്മുടെ കൊളുക്കുമല ട്രക്കിംഗ് പോയിന്റിലോട്ട് എത്തിയേക്കാണ്. എന്നുവെച്ചാൽ നമ്മൾ പ്രോപ്പർ പോയിന്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നടന്നു വേണം പോകാനായിട്ട്. സോ നമുക്കിങ്ങനെ നടന്നു പോകാം. ആയിട്ടുള്ള കൊളുക്കുമല ട്രക്കിംഗ് ഇവിടെ ഭംഗിയായിട്ട് നടന്നിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ ക്ലൗഡും സൺറൈസും ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും ശരിക്കും. നിങ്ങൾ കണ്ടു തന്നെ അറിയാം. ഇതാണ് ജാഗ്വാർ റോക്ക്. സോ കൊളുക്കുമലയുടെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ ജാഗ്വാർ റോക്ക് ആണെന്ന് വേണം പറയാനായിട്ട്. ഒബിയസ്ലി ഇതൊരു ജാഗ്വാർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റോക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ജാഗ്വാർ റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതൊരു മെയിൻ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളുകൾ ഒരുപാട് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്ന ഫോട്ടോ കൂടിയായിരുന്നു. സോ ഈ കാണുന്ന റഷും ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൊളുക്കുമലയിലെ കലാപരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ വന്നതുപോലെ നമുക്ക് കുറച്ച് ദൂരം നടന്ന് നിന്നിട്ട് ഒരു ജീപ്പ് സവാരി ഉണ്ട്. അപ്പോൾ അതിനായിട്ടൊന്ന് മാനസികമായി തയ്യാറെടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പം നമ്മുടെ കൊളുക്കുമല ട്രക്കിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ സൺറൈസും ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്കിനിയിപ്പോൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് പോകേണ്ട സമയമായി. അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. കാരണം നമ്മുടെ ട്രിപ്പ് ഇവിടെ മൊത്തത്തിൽ അവസാനിച്ചിട്ടില്ല. ഞാൻ പോകുന്ന വഴിയിൽ എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് പറഞ്ഞു. എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ? കാണിച്ചു.
ആയിട്ട് നിൽക്കുന്നത് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സൂര്യനെല്ലി ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളൊരു കൊളുക്കുമല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം സംഭവം ഇവിടെ ഇപ്പം ഒരു ഡ്യുവൽ സിപ്പ് ലൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിരിക്കുകയാണ്. സോ സംഭവം എനിക്ക് കുറച്ചധികം പേടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ പേടിക്കൊക്കെ വെറുത്തായിരുന്നു. അപ്പം ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ സൂര്യനെല്ലിയിൽ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു ATV റൈഡാണ്. സോ ഇത് ലോസ്റ്റ് ട്രെയിൽസ് എന്ന് പറയുന്ന ഒരു ടീ പ്ലാന്റേഷൻ്റെ ട്രാക്കിലൂടെയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല, ഞാനൊരു ഹെൽമെറ്റോ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് എല്ലാം കിട്ടുമോ എന്ന് നോക്കട്ടെ. ആനയിറങ്ങൽ ഡാമിനെ പറ്റി. അപ്പോൾ ആ ഡാമിലാണ് ഞാൻ ഇപ്പോൾ. അതായത് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ അതായിരുന്നു. ഇത് ശരിക്കും ഞാൻ പറഞ്ഞതിനേക്കാളും അപ്പുറമാണ് ഇതിൻ്റെ ഈ ഡാമും ഇതിൻ്റെ പരിസരങ്ങളും വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതൊക്കെയാണ് എൻ്റെ കൊളുക്കുമല സൂര്യനെല്ലി എക്സ്പീരിയൻസ്. നിങ്ങളുടേതോ?